ബുഖാറ നഗരം ഉസ്ബെക്കിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര നഗരമാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കണ്ടിൽ നിന്ന് 571 കിലോമീറ്റർ ദൂരെയാണ് ഈ നഗരം. ഈ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് പടയോട്ടങ്ങളും തേരോട്ടങ്ങളും അധിനിവേശങ്ങളും ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള പരിക്ക് മേൽക്കാത്ത ഒരു നഗരമാണിത്. അതായത് ചരിത്ര സ്മാരകങ്ങൾ നശിപ്പിക്കുകയോ അത് തകർക്കുകയോ ചെയ്യാതെ നിലനിർത്തി എന്നുള്ളതാണ് ഈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതാണ്ട് 7-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ നടന്ന നിർമ്മിതികളാണ് ഇപ്പോൾ നമ്മൾ ഈ നഗരത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ നിർമ്മിതികളിൽ ഒട്ടുമുക്കാലും, അതായത് നൂറുകണക്കിന് പള്ളികളും മദ്രസകളും കാരവൻസും താമസിക്കുന്ന ഇടങ്ങളും വഴിയമ്പലങ്ങളും എല്ലാം അതിൻ്റെ തനിമയോടുകൂടി സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകത. സൂര്യൻ ഈ നഗരത്തിന് മേൽ പ്രകാശം ചൊരിയുന്നില്ല, മറിച്ച് ഈ നഗരമാണ് സൂര്യന് പ്രകാശം നൽകുന്നത്. മധ്യേഷ്യൻ നഗരമായ ബുഖാറയെക്കുറിച്ചുള്ള പണ്ഡിതോചിതമായ പഴമൊഴിയാണിത്. ഉസ്ബെക്കിസ്ഥാനിലെ 5ാമത്തെ വലിയ നഗരമായ ബുഖാറയുടെ സൗന്ദര്യം വിജ്ഞാനമാണ്. 5000 വർഷത്തെ ജനവാസ ചരിത്രമുള്ള ബുഖാറ മധ്യേഷ്യയിലെ വിജ്ഞാന തലസ്ഥാനമായിരുന്നു. അറിവിന് മേൽ ആയുധബലം പോലും ഏശാതിരുന്നെന്ന ഖ്യാതി നിലനിർത്തിയ നഗരം. ഏതാണ്ട് 2500 വർഷം മുൻപ് തന്നെ ബുഖാറ നഗരം സ്ഥാപിതമായി. ചരിത്രപ്രസിദ്ധമായ സിൽക്ക് റൂട്ടിൽ വ്യാപാരം, പാണ്ഡിത്യം, സംസ്കാരം, മതം തുടങ്ങി നിരവധി വ്യവഹാരങ്ങളുടെ കേന്ദ്രമായിരുന്നു ഈ നഗരം. ക്രിസ്തുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് സ്ഥാപിക്കപ്പെട്ട ഈ മഹാനഗരം നിരവധി സാമ്രാജ്യത്വ ശക്തികൾക്കിടയിൽ കൈമറിഞ്ഞും അനവധി രാജവംശങ്ങളെ മറികടന്നും ഒട്ടനേകം ഭരണകൂടങ്ങളെ കണ്ടുമറന്നും മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗമായി നിലനിൽക്കുകയാണിന്ന്. ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസ കാവ്യം എന്ന് കരുതപ്പെടുന്ന ഷാനാമയുടെ കർത്താവായ പേർഷ്യൻ മഹാകവി അബ്ദുൽ കാസിം മൻസൂർ എന്ന ഫിർദോസിയുടെയും ബഹുശാസ്ത്ര വിദഗ്ധനും ജീവിച്ചിരുന്ന കാലത്തെ ഏറ്റവും വലിയ തത്വചിന്തകനുമായിരുന്ന അവിസന്ന എന്നറിയപ്പെട്ടിരുന്ന അബു അലി ഇബ്നു സീനയും ജീവിച്ചിരുന്ന നാട്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമെന്ന നിലയിലാണ് ക്രിസ്തുവർഷം 500-ൽ ബുഖാറ നഗരം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. സ്വരാഷ്ട്ര മതവിശ്വാസിയായിരുന്ന സമാൻ ഖുദ രാജാവ് AD 700-കളിൽ ഇസ്ലാം സ്വീകരിച്ചതോടെയാണ് ബുഖാറയുടെ ഇസ്ലാമിക ചരിത്രം ആരംഭിക്കുന്നത്. ഉസ്ബെക്ക് തലസ്ഥാനമായ താഷ്കന്തിൽ നിന്ന് സ്പീഡ് ട്രെയിനിൽ 4-4.5 മണിക്കൂർ യാത്ര ചെയ്താൽ ബുഖാറയിലെത്താം. റോഡ് മാർഗം ബസ്സിൽ 9 മണിക്കൂറും വ്യോമമാർഗം 2.5 മണിക്കൂർ കൊണ്ടും ബുഖാറയിലെത്താം. അറിവിന്റെ മാത്രമല്ല, കാഴ്ചയുടെ തലസ്ഥാനം കൂടിയാണ് ബുഖാറ. വാസ്തുവിദ്യാ ലാവണ്യമിയെന്ന 140 ചരിത്രസ്ഥലികളാണ് ഇവിടെയുള്ളത്. ഇന്റർനാഷണൽ എഞ്ചിനീയറിംഗ് ജേണൽ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ കണക്ക് പ്രകാരം 8 സ്മൃതി കുടീരം, 47 മോസ്ക്, 16 സത്രം, 39 മദ്രസ എന്നിങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്മാരകങ്ങളെ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച് സംരക്ഷിച്ചു വരുന്നു.